എനിക്ക് സന്തോഷമാണ്. എൻ്റെ അമ്മ സഹായിക്കാനാണ് ചെയ്യുന്നത്. അത് വേറെ ഒരു തെറ്റുമില്ല. ഗോഡ്വിൻ ഈ വീടും അമ്മയും കുഞ്ഞനുജനുമാണ് അവന്റെ ലോകം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ സ്വയം ജോലി ചെയ്ത് പഠനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും. കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ വീട്ടുജോലിയും വരുമാനമുണ്ടാക്കാനുമായുള്ള ഈ കുരുന്നിന്റെ നെട്ടോട്ടം കണ്ടു നിൽക്കുന്നവനെ പിടിച്ചുവയ്ക്കും. 3 കൊല്ലം മുൻപ് പിതാവ് മരിച്ചപ്പോൾ മുതൽ വയ്യാത്ത അമ്മയ്ക്ക് സഹായമായി ലോട്ടറി കച്ചവടത്തിനിറങ്ങിയതാണ് ഗോഡ്വിനും. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം 4:30 തൊട്ട് 6:45, 7 മണി വരെ ലോട്ടറി കച്ചവടം. പിന്നെ വന്നിരുന്ന് പഠിക്കും. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, എല്ലാം ചെയ്യും. എനിക്കൊരു സഹായമാണ്. ഈ വീടും പരിസരമൊക്കെ ഇത്രയും വൃത്തിയാക്കിയതാണ്. എൻ്റെ കുഞ്ഞാൻ ചിലപ്പോൾ എവിടെയും പോയിട്ട് ബസ്സിൽ വരുമ്പോൾ എൻ്റെ കുഞ്ഞ് കച്ചവടം ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ജോലിയും ചെയ്ത് തീർത്ത് വേഗം ഇറങ്ങും. പോത്തൻകോട് കാട്ടായിക്കോണം ജംഗ്ഷനിലെ തിരക്കിനിടയിലേക്ക് നടന്നു നീങ്ങുന്ന ഗോഡ്വിന്റെ മുഖത്ത് നിറയെ പ്രതീക്ഷകളാകും. ഇരുട്ട് വീണു തുടങ്ങിയാലും കയ്യിലുള്ള ടിക്കറ്റുകൾ വിറ്റു തീർക്കാതെ മടങ്ങിപ്പോകാനാകില്ല. ഒരു ടിക്കറ്റിന് 7 രൂപ മാത്രമാണ് ലാഭം കിട്ടുക. പിന്നെ പരിചയക്കാരും അധ്യാപകരും നൽകുന്ന സഹായങ്ങളും കൊണ്ടാണ് 3 പേരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ജോലിക്ക് പോകാൻ വെല്ലുവിളിയാകുമ്പോൾ വിജിക്ക് മകന്റെ കഷ്ടപ്പാടോർത്ത് നിസ്സഹായായി നിൽക്കാനല്ലാതെ മറ്റൊന്നിനുമാകില്ല. എന്റെ അമ്മയെ ഞാനല്ലേ സഹായിക്കേണ്ടത് എന്ന ഗോഡ്വിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുൻപിൽ നമുക്കും ഉത്തരം പറയാനില്ലാതെയാകും. ഈ വഴി സ്ഥിരം കടന്നു പോകുന്നവർക്ക് ഗോഡ്വിൻ പരിചിതനാണ്. ഉള്ളു നോവുമ്പോഴും തന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും നൽകാനായി അവന്റെ പക്കൽ ഒരു ചിരിയുണ്ടാകും. ഒറ്റ ജോഡി യൂണിഫോം മാത്രമേ ഉള്ളൂ. തന്റെ പ്രായത്തിലുള്ളവർ ജീവിച്ചു തീർക്കുന്ന നിറങ്ങളേറെയുള്ള ജീവിതവും അവൻ അന്യമാണ്. അതിനൊന്നും പരിഭവമില്ല. എങ്കിലും കൂട്ടുകാരുടെ ചില കളിയാക്കലുകൾ ഗോഡ്വിന്റെ കുഞ്ഞു മനസ്സിൽ മുറിവുകൾ വീഴ്ത്താറുണ്ട്. പറയുമ്പോൾ ശബ്ദമിടറാതെ നോക്കാൻ പാടുപെടുന്നുണ്ട് ഈ കുഞ്ഞ്. ചില കുട്ടികളൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യും. അന്നേരം വിഷമം വരും. അവരൊക്കെ എന്നോട് പറയും, നിനക്ക് അച്ഛനില്ലാത്തതല്ലേ, നീ ചുമ്മാ ഇങ്ങനെ നടന്നാൽ മതി, ഞങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി ചുമ്മാ ഒക്കെ ഇരുന്നാൽ മതി. ജീവിതം തനിക്ക് മുന്നിൽ തീർക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെ നേരിടാം എന്ന ഉറപ്പ് ഈ കുഞ്ഞു മനസ്സിലുണ്ട്. ജീവിത സാഹചര്യങ്ങൾ അവനെ കരുത്തുറ്റവനാക്കുകയാണ്. പേരുപോലെ തന്നെ അവൻ ദൈവത്തിന് പ്രിയങ്കരനാകും. ഈ കഷ്ടപ്പാടിനുമപ്പുറം അവൻ ജീവിതമെന്ന പോരാട്ടത്തിൽ വിജയത്തിന്റെ പടവുകൾ കയറും.